possession to own a house is something which all Indians can relate. With 130 crore population, each of us at different stages of our life would dream to have a own house. And how do we make this possible? Some of them will invest their lifetime savings into it. എന്നാൽ വേറെ ചിലവരോ will run from one bank to another to avail a loan, and with that they will construct their dream house. And especially for those category, അവരുടെ റെഗുലർ ഇൻകത്തിന്റെ ഫിക്സഡ് പോർഷൻ വിൽ ഗോ ഫോർ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ ആൻഡ് ലെഫ്റ്റ് വിത്ത് വെരി ലിറ്റിൽ ഫോർ ദെയർ അതർ നീഡ്സ്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇൻകത്തില് ടാക്സ് ബേർഡൻ കൂടെ വന്നു കഴിഞ്ഞാൽ വിൽ മേക്ക് ദെയർ ലൈഫ് ഈവൻ മോർ മിസറബിൾ. ഹായ് ഫ്രണ്ട്സ്, in this video we will discuss about tax benefits which a person can enjoy on availing a housing loan. ലോൺ എടുത്തു, വീട് കൺസ്ട്രക്ട് അല്ലെങ്കിൽ എക്വയർ ചെയ്തു, പാല് കാച്ചൽ നടത്തി, and you started living in that house. Simultaneously, under income tax, you get the status of self-occupied property. That means the building does not have any capacity to earn income. Hence, gross annual value of such property shall be zero. But your benefit is whatever interest element on repayment of housing loan can be claimed as deduction. അപ്പോൾ ഇൻകം ഒന്നുമില്ല, പക്ഷേ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ റിസൾട്ടിംഗ് ഫിഗർ എന്തായിരിക്കും? ലോസ്. ലോസ് വിൽ ബി കാൽക്കുലേറ്റഡ് അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ ഇൻട്രസ്റ്റ് എലമെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ റീപേയ്മെന്റ്. But only point that you have to consider here is that interest element maximum could be 2 lakhs. Adum on satisfaction of certain conditions. ലോൺ എടുത്തിരിക്കുന്നത് 1st April 1999 അതിനു ശേഷമോ ആയിരിക്കണം for construction or acquisition, and it should be completed within 5 years, and a certificate from the lender should be obtained for the same. ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്താൽ 2 lakh rupees വരെയുള്ള ഇൻട്രസ്റ്റ് കോമ്പോണന്റ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം, വിച്ച് വിൽ റിസൾട്ട് ഇൻ എ ലോസ്. ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ ലോസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഹാവിംഗ് ലോസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഹെഡ്? ബാക്കി ഹെഡ്സില് ഫോർ എക്സാമ്പിൾ ദാറ്റ് പേഴ്സൺ മേ ബി എ സാലറീഡ് വൺ. അപ്പോ ഇൻകം ഫ്രം സാലറി നമുക്കറിയാം വളരെ കുറവ് ഡിഡക്ഷൻസേ ഉള്ളൂ. അപ്പൊ കിട്ടുന്ന സാലറി മുഴുവനും ടാക്സബിൾ ആയിരിക്കും, മേജർ പോർഷൻ ഓഫ് ഇറ്റ്. സോ ഫ്രം ദാറ്റ് സാലറി ഇൻകം ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി വരുന്ന സാലറി മാത്രമേ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലേക്ക് പോവത്തുള്ളൂ. ഈസ് ഇൻ ദാറ്റ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്? So the only restriction is this will be limited to rupees 2 lakhs. എന്ന് കരുതി don't plan to have 5-10 properties and all. This self-occupied property status can be availed for a maximum of 2 houses. ഒരാളുടെ പേരിൽ 2 വീട് മാത്രമേ ഇങ്ങനെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. And that too put together, maximum interest that can be claimed will be 2 lakh. This is your first benefit. Benefit number 1 interest element ആയിരുന്നു ഫാക്ടർ എങ്കിൽ
benefit number 2 we are going to see that the principal amount of repayment will be the factor. That is, നമ്മുടെ ടാക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻകം ടാക്സ് ടോട്ടൽ ഇൻകത്തില് റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം ടാക്സ് കിട്ടുന്നത്. അപ്പൊ അതില് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തില് പ്രോഫിറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ആ ടോട്ടൽ ഇൻകത്തിലാണ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്ന് ചാപ്റ്റർ 6A എലമെന്റ് കുറയ്ക്കാം. ബാക്കിയുള്ള പോർഷൻസിൽ മാത്രമാണ് നമ്മൾ റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യേണ്ടത്. സോ നൗ ചാപ്റ്റർ 6A അതിൽ വരുന്ന ഒരു സെക്ഷൻ ആണ് 80C. ആൻഡ് 80Cയില് പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് റീപേയ്മെന്റ്, നമ്മൾ ലോണില് റീപേയ്മെന്റ് നടത്തുമ്പോൾ അതിലെ പ്രിൻസിപ്പൽ പോർഷൻ 80C എന്ന് പറയുന്ന സെക്ഷനില് യൂസ് ചെയ്യാം അപ് ടു 1.5 lakhs. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ റീപേയ്മെന്റില് പ്രിൻസിപ്പൽ പോർഷൻ എത്രയാണോ ഒരു വർഷം പേ ചെയ്തിരിക്കുന്നത്, up to 1.5 lakhs ചാപ്റ്റർ 6Aയില് 80C ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. provided the loan was availed from central or state government or taken from a bank including cooperative bank or from LIC or from National Housing Bank or from a public company whose objective is to provide long-term finance for construction or acquisition of a house in India. അതേപോലെ a company in which public are substantially interested, അങ്ങനെയുള്ള ഒരു company whose business is to provide financing for construction of houses, അവിടുന്ന് ലോൺ എടുത്താലും ഈ ബെനിഫിറ്റ് കിട്ടും. or the loan can be taken from an employer, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തിരിക്കുന്നത്. അതിന്റെ റീപേയ്മെന്റ് ഓൾസോ ഈസ് എലിജിബിൾ ഫോർ 80C ഡിഡക്ഷൻ. സോ ഫ്രം ദീസ് പ്ലേസസ് നിങ്ങൾ ലോൺ എടുത്തു, അതിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ 80C ഡിഡക്ഷൻ. നോട്ട് ഓൺലി ദാറ്റ്, ഇൻ കേസ് നിങ്ങൾ വീട് എക്വയർ ആണ് ചെയ്തിരിക്കുന്നത്, വാങ്ങിച്ചിരിക്കുകയാണ് എങ്കിൽ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് അതർ എക്സ്പെൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതൊക്കെ നിങ്ങൾ എന്താണോ പേ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഓൾസോ can be claimed as deduction under 80C. The only thing to be careful here is all these put together cannot exceed 1.5 lakhs. ബെനിഫിറ്റ് 1 ഇൻട്രസ്റ്റ് എലമെന്റ് ആയിരുന്നു, ബെനിഫിറ്റ് 2 വന്നപ്പോൾ പ്രിൻസിപ്പൽ പോർഷൻ ആയി അല്ലേ. നൗ ബെനിഫിറ്റ് 3 ബാക്ക് ടു ദ ഇൻട്രസ്റ്റ് എലമെന്റ്. സോ ചാപ്റ്റർ 6A തന്നെ യു ഹാവ് എ സെക്ഷൻ കോൾഡ് ആസ് 80EE. In that section, whatever interest element you are paying on that housing loan, അതിനെ കുറിച്ചാണ് 80EE സംസാരിക്കുന്നത്, which is again a deduction covered under chapter 6A. So that means ഈ സെക്ഷനിൽ പറയുന്ന ഡിഡക്ഷൻസ് again will reduce your gross total income. അപ്പൊ അത്രയും കുറവ് ഇൻകത്തിൽ മാത്രം നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മതി. പക്ഷേ ദിസ് സെക്ഷൻ കംസ് വിത്ത് 4 കണ്ടീഷൻസ്, 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. കണ്ടീഷൻ നമ്പർ 1, the loan was sanctioned by the financial institution between 1st April 2016 to 31st March 2017. അപ്പോ 2016-17 പീരിയഡിലായിരിക്കണം ലോൺ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. That is condition number 1. But the repayment will be for 10-15 years and all. Apo this section is valid even today. Apo condition number 2 says that the loan sanctioned should be up to 35 lakh rupees.
maximum loan that you get from that institution should be 35 lakh rupees. Third condition, the value of that building which you are planning to acquire or construct should not be more than 45 lakh rupees. അപ്പോ വീടിന്റെ വില 45 ലക്ഷമാണ് മാക്സിമം, ഫോർ വിച്ച് യു ആർ ടേക്കിംഗ് എ ലോൺ ഓഫ് മാക്സിമം 35 lakh. ഇതൊക്കെ മാക്സിമം ആണ്, കുറഞ്ഞാൽ കുഴപ്പമില്ല. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ ഈസ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് സാങ്ഷനിങ് ദ ലോൺ സാങ്ഷൻ ചെയ്യുന്ന ആ ദിവസം, വിച്ച് ഈസ് ബിറ്റ്വീൻ 1st April 2016 to 31st March 2017. On that day, you should not be the owner of any house property. നിങ്ങളുടെ പേരിൽ ഒരു വീട് പോലും ആ ലോൺ സാങ്ഷൻ ചെയ്യുന്ന ദിവസം ഉണ്ടാകാൻ പാടില്ല. If all the 4 conditions are satisfied, interest element that you are paying for that housing loan, you can claim under 80EE up to an amount of 50,000 rupees. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ ദ സെയിം ഇൻട്രസ്റ്റ് യു കനോട്ട് ക്ലെയിം 80EE. That means you must be paying an interest amount of minimum 2.5 lakhs. So that 2 lakh rupees you will be claiming as deduction under house property, and 50,000 you can claim it under 80EE. So if the interest is less than 2 lakh, then I guess നിങ്ങൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും നിങ്ങൾക്ക് ആകെ എമൗണ്ട് പോസിബിൾ ആകുന്നത്. 2 lakhന്റെ മേളിൽ ഒരു വർഷം നിങ്ങൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് 80EE. ഫ്രണ്ട്സ്, ദ ലാസ്റ്റ് ബെനിഫിറ്റ് covered under Income Tax Act for a housing loan is through section 80EEA. കാറിന്റെ ഹോൺ അടിക്കുന്ന സൗണ്ട് പോലെയുണ്ട് അല്ലേ? 80EEA. But please keep in mind, section 80EEA and section 80EE, അതായത് നിങ്ങളുടെ തേർഡ് ബെനിഫിറ്റ്, are mutually exclusive. അപ്പോ if you have already used up 80EE, then you cannot come to 80EEA. So 80EEA also comes up with 3 conditions. Condition number 1, the loan should be sanctioned between 1st April 2019 till 31st March 2021. Apo it is very clear with the condition also that you cannot claim 80EE for this particular section. കാരണം 80EE വരുന്നത് ലോൺ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് 2016-17 ആണെങ്കിൽ മാത്രമാണ്. എന്നാൽ EEA is for a loan which is sanctioned between 2019 April to March 2021. അതാണ് condition number 1. Condition number 2, the stamp duty value of the house should not exceed 45 lakh rupees. 45 lakh rupees ആയിരിക്കണം stamp duty value of your house for which you are availing the loan. എത്ര ലോൺ എടുക്കാം, that is not a condition here. അതുകൊണ്ടാണ് you have only 3 conditions. And the last condition is, on the date of sanctioning the loan, you should not be owning any house property. So if you fulfill all the 3 conditions, 80EEA 1.5 lakh rupees vare ningalku deduction claim cheyyam. Chapter 6A 80EEA 1.5 lakh rupees vare deduction claim cheyyam. But here also over and about 2 lakh rupee interest ആയിരിക്കണം നിങ്ങൾ പേ ചെയ്യുന്നത്. That means put together 3.5 lakh rupees എങ്കിലും നിങ്ങൾ ഒരു വർഷം ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് നടത്തണം. ഹൗസിംഗ് ലോണില് ഇൻട്രസ്റ്റ് പോർഷൻ ഷുഡ് ബി മിനിമം 3.5 lakhs. എങ്കിലേ നിങ്ങൾക്ക് ബെനിഫിറ്റ് നമ്പർ 1ഉം ബെനിഫിറ്റ് നമ്പർ 4ഉം കൂടെ ഒരുമിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ.
ബെനിഫിറ്റ് നമ്പർ 1 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് 2 ലക്ഷം വരെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. സോ ഫോർ ദാറ്റ് 2 lakh rupee again you cannot come to 80EEA. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ടോട്ടൽ 3.5 lakh ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ 2 lakh rupees നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ആയിട്ട് എടുക്കാം. ബാക്കി 1,50,000 rupees യു ക്യാൻ ക്ലെയിം ഇറ്റ് അണ്ടർ EEA. അങ്ങനെ പുട്ട് ടുഗെദർ മിനിമം 3.5 lakh rupee ഇൻട്രസ്റ്റ് നിങ്ങൾ റീപേ ചെയ്യുന്നുണ്ടാകണം. എങ്കിലേ ഈ പറയുന്ന ബെനിഫിറ്റ് 1 and 4 ടുഗെദർ യു ക്യാൻ എൻജോയ്. So these are the few benefits which are given to a person availing a housing loan to make his life little bit more happier. Hope you had a good time. Until we meet for the next video, see you. Bye bye.